ഫ്ലോറൻസിൽ ഇന്ന് ജാനുവരി 26 തൊട്ടിട്ട് നമ്മളൊരു സെയിൽ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഈ സെയിലിന്റെ പിന്നിൽ കുറെ ലക്ഷ്യങ്ങളുണ്ട്. നമ്മൾ ഫ്ലോറൻസ് മൊത്തത്തോടെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചേക്കും കേട്ടോ. എല്ലാവർക്കും അറിയാമായിരിക്കും നമുക്കിപ്പോൾ നമ്മുടെ ഓൺ സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട്, നമ്മുടെ ഓൺ ബ്രാൻഡ് ഉണ്ട് ഫ്ലോറിസ്റ്റ എന്ന് പറഞ്ഞിട്ട്. കൂടുതലും കുർത്തീസ് നമ്മൾ ഇനിയിപ്പോൾ അതിലേക്ക് തന്നെ മാറാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മറ്റേന്ന് പറയുമ്പോൾ നമ്മൾ ട്രേഡിങ് ചെയ്യുന്നുണ്ടായിരുന്നു, നമ്മൾ പുറത്തുനിന്ന് എടുത്തിട്ട് മറ്റ് യൂണിറ്റുകളിലൊക്കെ കൊടുത്തൊക്കെ നമ്മൾ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ മെഷർമെൻറ്റിനകത്തും ഒക്കെ ഇഷ്യൂസ് വരാറുണ്ട്. നമ്മുടെ ഒരു മെഷർമെൻറ്റിനെ വിശ്വസിച്ചാൽ നിങ്ങൾ ഈ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തത് ഞങ്ങൾക്ക് അറിയാം. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ആ ഒരു നിങ്ങളോടൊരു വിശ്വസ്തത കാണിക്കേണ്ടത് ഞങ്ങളുടെയും കൂടെ ഒരു ഉത്തരവാദിത്വമല്ലേ. അപ്പോൾ നമ്മൾ അതിനോട് മുന്നോടിയായിട്ട് നമ്മുടെ വെബ്സൈറ്റിലുള്ളതും നമ്മുടെ കുറേ കളക്ഷൻസ് നമ്മൾ സെയിലിലേക്ക്, ഓഫർ സെയിലിലേക്ക് കൊണ്ട് നമ്മുടെ സ്റ്റോക്ക് നമ്മൾ ക്ലിയർ ചെയ്യുവാണ്. അപ്പോൾ തുടർന്ന് നമ്മളൊരു ഫെബ്രുവരി 1st വീക്കോട് കൂടിയിട്ട് നമ്മുടെ ഓൺ മാക്സിമം തന്നെ നമ്മളല്ലാതെ നമ്മൾ മറ്റ് ബ്രാൻഡിൻ്റെ ആൻവിറ്റ അങ്ങനെ ഒരുപാട് ബ്രാൻഡിൻ്റെ കുർത്തീസ് നമ്മൾ ചെയ്യാറുണ്ട്. അങ്ങനത്തെ ഇതൊക്കെ നമ്മൾ തുടർന്ന് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇനി മുതലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിനകത്ത് നമ്മളൊരു കാറ്റഗറി ഫ്ലോറിസ്റ്റാന്ന് തന്നെ പറഞ്ഞ് നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനകത്ത് കയറിയിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് ലാർജ് ഓർഡർ ചെയ്യുന്നവർക്ക് ഒന്നും നോക്കാതെ കണ്ണടച്ച് നിങ്ങൾക്ക് ലാർജ് തന്നെ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം. കറക്റ്റായിട്ടായിരിക്കും നമ്മുടെ മെഷർമെൻറ്റും എല്ലാം അതിനകത്ത് വരുന്നത്. അപ്പം നമ്മൾ മറ്റുള്ളത് എന്തെങ്കിലും നമ്മൾ വേറെ നമ്മൾ ട്രേഡിംഗ് പോലെ നമ്മൾ എടുത്ത് ചെയ്യുന്നതാണെങ്കിൽ നമ്മളത് നിങ്ങളോട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും. സൈസ് ചാർട്ട് നോക്കാനൊക്കെ പറഞ്ഞായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നത്. മാക്സിമം നമ്മൾ നമ്മുടെ ഓൺ പ്രൊഡക്ഷനിലേക്ക് തന്നെ മാറിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള സെയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു സ്റ്റോക്ക് ക്ലിയറൻസ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു ലോ പ്രൈസിലേക്കാണ് എല്ലാം തന്നെ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഈ ഒരു മഞ്ചന്തേരിയുടെ കുർത്തിയൊക്കെ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് 699 റേറ്റിലേക്കാണ് കേട്ടോ. അതൊരു ഫ്രീ ഷിപ്പിങ്ങും കൂടെയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡിഷ് മെറൂൺ ഷെയ്ഡ്. ഇതിന് തന്നെ വേറെ കളേഴ്സും കൂടെ ഉണ്ട്. അപ്പോൾ ഈ കുർത്തീസൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ കുറേ ക്വാണ്ടിറ്റി ചെയ്തതായിരുന്നു. അപ്പോൾ അതിനകത്ത് മിക്ക സൈസുകളും പല സൈസുകളും കട്ടായിട്ടുണ്ടാവും. അതേപോലെ തന്നെ വേറെ കളേഴ്സ് ഉണ്ടാകും. അതിനകത്ത് ചിലപ്പോൾ XXL മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സൈസൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റുകളൊക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 31 ജാനുവരി വരെ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ. അത് കഴിയുമ്പോഴത്തേനും നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്ന നമ്മുടെ സൈറ്റിൽ നമ്മളിതെല്ലാം ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഈ ഒരു ചാൻസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇതൊന്നും കൂടാതെ നമ്മൾ വീഡിയോ ചെയ്യാത്തതും ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലേക്ക് വന്നേക്കുന്നതൊക്കെ നമ്മൾ മാക്സിമം നമ്മൾ ഇതിനകത്തേക്ക് ഫോട്ടോസ് ആയിട്ട് മാത്രം നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. ക്വാണ്ടിറ്റി ഉള്ളത് മാത്രമായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഇൻ ബിറ്റ്വീനൊക്കെ ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഓഫേഴ്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്കും അല്ലാതെ തന്നെ നമ്മൾ കോമൺ ആയിട്ടും ഒക്കെ നമ്മൾ പ്രൈസസ് ഒക്കെ ഒരുപാട് നമ്മൾ റെഡ്യൂസ് ചെയ്ത് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം കയറി നോക്കി പർച്ചേസ് ചെയ്യുക. നമ്മുടെ ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതാണ്. എല്ലാത്തിനും തന്നെ പ്രൊഡക്റ്റ് കോഡ് എഴുതിയിട്ടുണ്ടാവും. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് 999 ആയിരുന്നു. ഇപ്പം നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് 699 ഫ്രീ ഷിപ്പിംഗ് എന്ന് പറഞ്ഞ റേറ്റിലേക്കാണ്. വേറെ കളേഴ്സും കൂടെ ഉണ്ട്, അതും കൂടെ ഞാൻ ഇട്ടേക്കുന്നതിൻ്റെ തന്നെ വേറെ കളർ ചേഞ്ചസും കൂടെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൊഡക്റ്റ് കോഡ് വരുന്നത് 3215 എന്നാണ്. അപ്പോൾ അതിൻ്റെ തന്നെ ABCD 4 കളർ ഷെയ്ഡ്സിലേക്ക് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇട്ടേക്കുന്ന റെഡിഷ് മെറൂൺ ആണ് ഫസ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ലൈറ്റ് ഒരു റാണി പിങ്ക് ഷെയ്ഡിലേക്ക്. ഇതിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടേക്കായിട്ട് ജസ്റ്റ് ഒരു കട്ടിങ് കൊടുത്ത് താഴേക്ക് കുഞ്ഞ് ഗ്യാദേഴ്സ് വരുന്ന രീതിയിലേക്കായിരുന്നു. ഇതിൻ്റെ ബാക്കിലേക്ക് ഇതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള A-ലൈൻ കട്ടിങ് ആണ്. പ്ലെയിൻ ഫാബ്രിക്കും കൊണ്ടാണ് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് കേട്ടോ. കോട്ടൺ ലൈനിങ് ആണ് നമ്മൾ ഇതിനകത്തേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പർപ്പിൾ ഷെയ്ഡ്, ലാവൻഡറും പർപ്പിളും ഒക്കെ ബ്ലെൻഡ് ചെയ്ത് വന്നേക്കുന്ന ഒരു ഷെയ്ഡാണ്. ഇങ്ങനെയാണ് പാറ്റേൺ വരുന്നത്. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇതുപോലെയാണ്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് അതിൻ്റെ തന്നെ ബ്ലാക്ക് ഷെയ്ഡ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നേക്കുന്ന ഒരു ഷെയ്ഡാണ്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് ഇപ്പോൾ 699 ഫ്രീ ഷിപ്പിംഗ് ആട്ടോ. ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത്. അപ്പോൾ വേഗം തന്നെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്ത് തുടങ്ങിക്കോളാം. വേറെ ഒരുപാട് പ്രൊഡക്ട്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്.